ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഈ വാക്കെന്ന് പറഞ്ഞു നോക്കിയേ. ഹൈ ആണ്. ഓക്കെ. ഈ വാക്കെന്ന് പറഞ്ഞു നോക്കിയേ. സുമ്മ അല്ല. ഇപ്പോഴാണ് സൂടെ സായന്റെ സൗണ്ടാ കേൾക്കണ്ട കേട്ടോ. ഓക്കെ. ഇനി അടുത്ത നോക്കിക്കോ. കണ്ണട പോയി. കണ്ണട വേണോ? വേണ്ട. ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് പോയിക്കോളി. ഒന്നുകൂടെ അവിടെ ഒരു ഇടയ്ക്ക് അയിൻ കയറി വന്നല്ലോ. ആണ്. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. ഓക്കെ. പിന്നെ ഇനി അടുത്ത ഓതുക. ഇങ്ങനെ ഓതി നോക്കിയേ. لنعلم أي الحزبين أحصى لما لبثوا أمدا. ഓക്കെ. നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒറ്റ ശ്വാസം പോകാൻ പറ്റുന്നില്ലെങ്കിൽ മുറിച്ച് ഓതിയാലും മതി. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ വാക്ക് ക്ലിയർ ആക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാൻ ചേർത്താൽ മതി. ഒന്നും കൂടെ ഒന്ന് ഓതി വെച്ചാൽ അക്ഷരങ്ങൾ രണ്ടും സായാണ്. തുമ്മയിലും ലാമായിട്ട് അക്ഷരം ഏതാ? അല്ല, അതിന് മുമ്പൊരു അക്ഷരം ഉണ്ടല്ലോ ലാമിൻ്റെയും അതിൻ്റെയും ഇടയിൽ പത്തുള്ള അക്ഷരം കണ്ടില്ലേ? ബായല്ല. ബായാണെങ്കിൽ താഴത്തിലെ പുള്ളി വരും, ഇത് മുകളിലാണ് പുള്ളി. അപ്പോൾ ഏതാക്ഷരം? ലി. അതെ. لنعلم أي الحزبين أحصى لما لبثوا أمدا. ഇവിടെയും ലബിസു സായാണ് കേട്ടോ. സീനല്ല, ലബിസു സാ. ഇല്ല, ലബിസു അല്ല, ലബിസു. ലബിസു. ഇപ്പം ഈ ആയത്തിൽ മൂന്ന് സ്ഥലത്ത് സാ വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും അത് ശ്രദ്ധിക്കണം. സായല്ല, പല്ല് തമ്മിൽ കൂട്ടിമുട്ടരുത്. സു അല്ല. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത ആളാരാ? മതിയോ? നിങ്ങൾ ഉണ്ടായിരുന്നു നിയമങ്ങൾ ഫുള്ള് കേട്ടിരുന്നോ? നോക്കി ഇൻഷാ അല്ലാഹ്. ഇതന്നെ. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. ഈ വാക്കെന്ന് പറഞ്ഞു മതി. ബഅസ്നാഹു. അവിടെ സായിന് സുക്കൂനിൽ കൽക്കല വരുന്നത്. ബഅസ്നാഹു. ഓക്കെ. നൗഷാ സാഹിബേ ഒന്ന് നോക്കി നോക്കിയേ. അഹ്സായി അത്ര നീട്ടലില്ല. ഓക്കെ. അഹ്സായി നീട്ടലില്ല കേട്ടോ. ഒറ്റ അലിഫേ ഉള്ളൂ. ഷബീർ സാഹിബ് അവിടെ നമ്മൾ ബഅസ്നായി പോരുത്. ഇവിടെ സീന്നായി പോരുത്. ബഅസ്ന. രണ്ട് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ബഅസ്ന, അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഓതുന്നത്. അവിടെ ബഅസ്നായി പോരുത്. ബഅസ്ന. بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നിൽക്കി ബഅസ്ന. ഈ അക്ഷരത്തിന്റെ പേരെന്താ? സ. അതിന് സുക്കൂൻ വരുമ്പോൾ ബഅസ്ന. സീന്നായി പോരുത്. അതേപോലെ തന്നെ ലിമാ ലബിസു. അവിടെയും അങ്ങനെ തന്നെ. ലബിസു എന്നല്ല, ലബിസു. ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ആയത്തെടുത്തിട്ട് ബാക്കി ഓതാത്ത ആൾക്കാരെ കൊണ്ട് ഒഴിപ്പിക്കാം. ഇനി ഓതാത്ത ആൾക്കാർ ആരൊക്കെയോ? അങ്ങോട്ടേ ഉള്ളൂ അല്ലേ? ഇങ്ങോട്ടേ ഒന്നുകൂടെ. ثم
بعثناهم لنعلم അവിടെ മണിക്കണ്ട. ثم بعثناهم ബാസ്നാഹും ലീന്നില്ല, ثم സു അല്ല. ആ لا ثم بعثناهم ليعلم ലീ ലീ കഴിഞ്ഞിട്ടുള്ള അക്ഷരം لنعلم أي الحزبين أحصى لما لبثوا ലിമായിലും എന്ത് ചെയ്ത് അത്ര നീട്ടണ്ട. لما لبثوا أمدا ആ അവിടെ നീട്ടണം, ലബിസൂല് നീട്ടണം. ലബിസു ആ അമദ. രണ്ട് പ്രശ്നങ്ങളാണ് ഉദിച്ചു കാണുന്നത്. ഒന്ന് സായിൻ്റെ പ്രശ്നം. സാ ഈ ആയത്തിൽ 3 സാ വരുന്നുണ്ട്. ആ സായിക്ക് ഇതാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ സായും ലാസ്റ്റത്തെ സായിക്കും ലമ്മാണ്. ഇടയിൽ ഇതാണ് സായിന് സുക്കൂൻ വരുന്നുണ്ട്. ഇവിടെ സീൻ്റെ സൗണ്ട് വരരുത്. പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നീട്ടുന്നുണ്ട്, ആവശ്യമുള്ള സ്ഥലത്ത് നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മുമ്പ് എടുത്ത് കേൾപ്പിച്ചു വെക്കും. നമ്മൾ കേൾപ്പിക്കും. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. മിയ മാഷാ അല്ലാഹ്. ആ നിങ്ങൾ ഓതി വിചാരിച്ചിരിക്കാൻ. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. ഈ അയ്യുൽ ഹസ്ബൈൻ എന്ന് പറഞ്ഞു. أي الحزبين ഹിസ്ബൈൻ ഹാഗൽ. أي الحزبين. മാഷാ അല്ലാഹ് കറക്റ്റ്. ഇനി അടുത്ത ആയത്തെടുക്കാം. ഓക്കെ. പുതിയ നിയമങ്ങളൊന്നും വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചടപ്പുണ്ടോ? ഇല്ല, ചടപ്പില്ലേ? ചടപ്പുണ്ടെന്ന് പറയണ്ടേ? ആ പുതിയ നിയമങ്ങൾ ഇനി നമുക്ക് റായിൻ്റെ ആണ് വ്യത്യസ്ത നിയമങ്ങൾ വരാനുള്ളത്. ഈ അടുത്തൊന്നും കാണുന്നില്ല, നോക്കാം ഇൻഷാ അല്ലാഹ്. അടുത്തത് നഹ്നു നഖുസ്സു. ഇവിടെ നോക്കിയ ആയത്തെ നൂനിന് ഷദ്ദിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം നഹ്നു നഖുസ്സു നോതുവോ? അതെപ്പോഴാണ്? തൊട്ട് മുമ്പുള്ള ആയത്തുമായിട്ട് ചേർത്തോതുമ്പോഴാണ് ആ നൂനിന് ഷദ്ദ് പരിഗണിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുക്കൂനോ ഷദ്ദ് കൊണ്ടൊന്നും എന്ത് ചെയ്യൂല, വാക്ക് ആരംഭിക്കൂല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആ ഷദ്ദിനെ നമുക്ക് ഒഴിവാക്കാം. തൊട്ട് മുമ്പുള്ള ആയത്തോട് ചേർത്തോതുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഓതണം അമദൻ നഹ്നു. അപ്പോൾ അവിടെ ഏതാ നിയമം വരിക? അമദൻ നഹ്നു വരുമ്പോൾ ഏത് നിയമം വരും? തൻവീന് ശേഷം നൂൻ വന്നാൽ ഏതാ നിയമം? കറക്റ്റ്. ഇദ്ഗാമും ബിഗുന്ന, മണിച്ചു കൂട്ടി ചേർക്കുന്ന നിയമം. അപ്പം അങ്ങനെ ഇദ്ഗാം ബിഗുന്നയുടെ നിയമം നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ നൂൻ ഷദ്ദ് മണിക്കണം എന്ന് പറയേണ്ട ആവശ്യം വരത്തില്ല. ഇപ്പോൾ ഇവിടെ രണ്ടും ഇല്ല, കാരണം നമ്മൾ ആയത്തിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ്. ഒരാൾ ചേർത്ത് ഓതുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ഇദ്ഗാം ബിഗുന്ന വരും. അപ്പം എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർക്കണം. അങ്ങനെ അമദൻ നഹ്നു. ഇത്രയൊക്കെ നമ്മൾ അമദ നിർത്തിയിട്ട് നഹ്നു മുതലാണ് ഓടുന്നത്. ഓക്കെ, വേണം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രാധാന്യം നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, മുസാബക്കത്തു ഷെയ്ഖ് ജാസിം എന്ന് പറഞ്ഞിട്ടൊരു വലിയ മുസാബക്ക വർഷാവർഷങ്ങൾ നടക്കലുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്നറിയോ? ആ ചോദ്യത്തിൽ ഓതുന്ന എല്ലാ ആയത്തുകളെയും തമ്മിൽ കൂട്ടിയാണ് ഓതേണ്ടത്. പല ആൾക്കാർക്കും പണി കിട്ടുന്ന അവിടെ നല്ല ഓർമ്മയുള്ള ആളായിരിക്കും. ചേർത്ത് ഓതുമ്പോൾ പണിയാണ്. ചേർത്ത് ഓതുമ്പോൾ വേറെ പല നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. നമ്മൾ നിർത്തി മാത്രം ഓതുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഹർക്കത്തറിയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നീട്ടി നിർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ അക്ഷരങ്ങൾക്ക് ലാസ്റ്റ് അക്ഷരത്തിന് ഫതഹായിരിക്കും, ചിലപ്പോൾ കസറായിരിക്കും, ചിലപ്പോൾ ലമ്മായിരിക്കും. അത് നമ്മൾ ഇതാണ് മൈൻഡിലുണ്ടാവില്ല. നമ്മളെപ്പോഴും നിർത്തി സുക്കൂൻ ചെയ്ത് ഓതി പോയിട്ടുണ്ടാകും. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഖുർആനിൻ്റെ ഹർക്കത്തുകൾ മനപ്പാടാകേണ്ടത് ശരി തന്നെയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഘട്ടം ഘട്ടമായിട്ടുള്ളതാണ്. ആദ്യം പ്രധാനപ്പെട്ടത് ആ ദർജയിൽ എത്തിയ ആൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം. അതാ അവിടെ അങ്ങനെ വിഷയം. ഉദാഹരണത്തിന് ഖുൽ ഹുവ അല്ലാഹു അഹദ് നമ്മൾ നിർത്തി ഓതുക, അല്ലാഹു സമദ്. ചേർത്ത് ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതേണ്ടത്? ഖുൽ ഹുവ അല്ലാഹു അഹദു അല്ലാഹു സമദ് എന്നല്ല, അഹദുനില്ല. ഇടയിൽ നൂന് ചേർത്ത് കൊടുക്കണം. അഹദുനില്ല ചേർത്ത് കൊടുക്കണം. അത് പ്രത്യേക ഒരു നിയമമാണത്. അത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അത് പ്രധാനപ്പെട്ട ഞാൻ പല ആൾക്കാർ സംസാരിച്ചപ്പോഴൊക്കെ ആ മുസാബക്കയിൽ പങ്കെടുക്കുന്നവർക്ക് ഏറ്റവും ഇതാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ചോദ്യം അതാണ്. മത്സരം
നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അയിനു ഇത് സാർ പഠിക്കുമ്പോൾ തന്നെ രണ്ടും ഒരുമിച്ചൊക്കെ ചെയ്തു പോയാൽ ആണ് പഠിച്ചാൽ മതി. പക്ഷെ അത് ഇരിക്കുന്നിടത്താണ് ഒന്ന് സാധ്യതയൊക്കെ എത്തിയിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ല അത് കൂടുതൽ പ്രയോജനപ്പെടുന്നത് കാണാതെ പഠിച്ച ആൾക്കാർക്കും കൂടെയാണ്. കണ്ടുപോകുന്ന ആൾക്കാർക്ക് അത് ഓക്കെ. അപ്പം നഹ്നു അപ്പം ഇത്രയും വിഷയം ഉണ്ടാക്കിയതില്ലേ 10 മിനിറ്റിലേ. ഇനി നഹ്നു എന്ന വാക്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് നിയമമുണ്ടോ? അക്ഷരം മാത്രം ശ്രദ്ധിക്കുക, കൽക്കലയില്ലാതെ നഹ്നു എന്ന് പറയുക. ഓക്കെ, അതിന് അക്ഷരം ശ്രദ്ധിച്ച് കൽക്കലയില്ലാതെ പറയുക. നഖുസ്സു അവിടെ നിയമമുണ്ടോ? യർഹമുക്കല്ലാഹ് നിയമമുണ്ടോ നഖുസ്സുവിൽ? ഇല്ല. ഓക്കെ, അടുത്തത് അലൈക്ക നിയമം. സന്തോഷം, 3 വാക്കായി നിയമമൊന്നുമില്ല. നബ അഹും നിയമമുണ്ടോ? നബ അഹും അടുത്ത വാക്കോട് ചേരുമ്പം നിയമം ഉണ്ടാവും അല്ലേ? ഏതാ? നബ അഹുംബി. നോക്കിയ സാക്കിനായ മീമിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന നിയമം ഇൽഹാർ ഷഫവിയുടെ നിയമമാണ് അല്ലേ? സാക്കിനായ മീമിന് ശേഷം ബ മീം അല്ലാത്ത അക്ഷരം വന്നാൽ ഇൽഹാർ ഷഫവി എന്ന് പറഞ്ഞു. ഇവിടെ ബായാണ് വന്നിരിക്കുന്നത് സാക്കിനായ മീമിന് ശേഷം. ഇത് ഏത് നിയമമാണ്? ഇഖ്ഫാ ഷഫവി ആണോ ഇദ്ഗാം ഷഫവി ആണോ? പേപ്പർ മറിക്കാതെ വരയ്ക്കാൻ പറയാൻ പറ്റുമോ? ഇഖ്ഫാ ഷഫവിയാണ്. വേറൊരു നിയമം ഏതാ ബാക്കിയുള്ളത്? ഇദ്ഗാം ഷഫവിയാണ് ബാക്കിയുള്ളത്. ഇദ്ഗാമിന് മീമായിരിക്കും. അപ്പോൾ ഈ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക. കാരണം സാക്കിനായ നൂനിൻ്റെ നിയമത്തിലും മീം ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ഇദ്ഗാമിൻ്റെ വിഭാഗത്തിലാണ് വരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നുകൂടി കൺഫ്യൂഷൻ ആവുമെന്നറിയില്ല. ഈ ബായിലാണ് വിഷയം വരുന്നത്. സാക്കിനായ നൂനിന് ശേഷം ബാ വരികയാണെങ്കിൽ ഏതാ നിയമം? ഇഖ്ലാബാണ്. സാക്കിനായ മീമിന് ശേഷമാണ് ബാ വരുന്നതെങ്കിൽ നിയമം ഏതാണ്? ഇഖ്ഫാ. പിന്നെ ഷഫവി നമ്മൾ ചേർത്ത് കൊടുക്കണം. അവിടെ മാത്രമേ കൺഫ്യൂഷൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി ഇത് സാക്കിനായ മീമിൻ്റെ 3 നിയമങ്ങളിൽ ഇൽഹാർ വളരെ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബാ മീം അല്ലാതെ എല്ലാ അക്ഷരവും. പിന്നെയുള്ളത് ഏതാണ്? ഇദ്ഗാം ഷഫവി. ഇദ്ഗാം ഷഫവി ഏതാ? സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ. അത് മനസ്സിലാക്കാൻ എളുപ്പവഴി എന്താ? സാക്കിനായ നൂനിന് ശേഷം മീം വന്നു കഴിഞ്ഞാലും സാക്കിനായ മീമിന് ശേഷം മീം വന്നാലും സംഭവം ഇദ്ഗാം തന്നെയാണ് രണ്ട് സ്ഥലത്തും. കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കൺഫ്യൂഷൻ വരുന്ന ഒറ്റ സ്ഥലത്തേ ഉള്ളൂ. ഏത് സ്ഥലത്താ? സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പോൾ. എന്തുകൊണ്ട് കൺഫ്യൂഷൻ വരുന്നത്? സാക്കിനായ നൂന് തൻബീന് നിയമത്തിൽ സാക്കിനായ നൂന് ശേഷം ബാ വന്നു കഴിഞ്ഞാലുള്ള നിയമത്തിൻ്റെ പേര് ഇഖ്ലാബാണ്. സാക്കിനായ മീമിൽ വരുമ്പോൾ അത് ഇഖ്ഫാ ആണ്. മീം തന്നെയാണ്. വിഷയം മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാക്കിനായ മീമിൻ്റെ നിയമമാണ് വളരെ സിമ്പിൾ. ആകെ 3 നിയമമേ ഉള്ളൂ. അതിൽ ഒരു നിയമത്തെക്കുറിച്ച് നമുക്ക് ടെൻഷനേ വേണ്ട. ബാ മീം അല്ലാത്ത എല്ലാ അക്ഷരവും അതിൽപ്പെട്ടു ഇൽഹാർ ഷഫവി. അവിടെയോ? അവർ നീട്ടാൻ കാരണം ബായിന് ശേഷം അലിഫാണോ വന്നിരിക്കുന്നത്? വേറെ എന്തെങ്കിലും ആണോ? ഹംസ വന്നാൽ നീട്ടുമോ? ഫതഹിന് ശേഷം എവിടെ? അത് അലിഫ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ? അലിഫിന് മുകളിൽ ഹംസ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അലിഫ് വാവ് യ ഈ അക്ഷരങ്ങളുടെ മുകളിലും താഴെയായിട്ട് എന്ത് ചെയ്യും? ഹംസ ഇടാറുണ്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അക്ഷരത്തിൻ്റെ പേരെന്താ? ഹംസ എന്നാണ്. അപ്പോൾ അലിഫിന് മുകളിൽ ഹംസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അലിഫിന് അവിടെ പ്രസക്തിയില്ല. ഓക്കെ, അതേ തെറ്റ് മനസ്സിലായോ? നബ അഹു എന്നുള്ളത് ബായിന് ഫതഹിന് ശേഷം അലിഫ് വന്നു എന്നാണ് പറഞ്ഞത്. നീട്ടണ്ടേന്ന് ചോദിച്ചു. അവിടെ അലിഫല്ല ഹംസയാണ്. ഓക്കെ, നമ്മുടെ ചർച്ച എന്തിനാണ്? ഹുംബി. സാക്കിനായ മീമിന് ശേഷം ബാ വന്ന എന്ന നിയമത്തിൻ്റെ പേര് ഇഖ്ഫാ ഷഫവിയാണ്. ഓക്കെ, എന്ത് ചെയ്യേണ്ടത്? ഇഖ്ഫാ ഷഫവി കഴിയുമ്പം ഇഖ്ഫാ വന്ന സാധാരണ എന്താ ചെയ്യല്? മണിച്ച് വേണം ഓതാണ്. എങ്ങനെയാ ഓതുക? നബ അഹുംബി. ബായില്ലേ? അതുകൊണ്ടല്ലേ ഇഖ്ഫാ വന്നത്, ഇഖ്ഫാ ഷഫവി വന്നത്. നബ അഹുംബി, നബ അഹുംബി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അത് കഴിഞ്ഞിട്ട് നബ അഹുംബി കഴിഞ്ഞിട്ട് അടുത്തേതാ? ബിൽ ഹഖി. അവിടെ വഖഫിൻ്റെ അടയാളം കാണുന്നില്ലേ? ഏതാ ഉള്ളത്? ജീമാ ഉള്ളത്. ജീമ വന്നു കഴിഞ്ഞാൽ ഏതാ വഖഫിൻ്റെ അടയാളമാണ്? നിർത്തണം എന്നാണോ? നമ്മൾ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു വേണം. നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയേ പറ്റുള്ളൂ എന്നൊരു അർത്ഥം കിട്ടും. ഒന്ന് നോക്കി നോക്കിയോ വഖഫിൻ്റെ അടയാളം, ബുക്ക് എടുത്ത് നോക്കിയോ? രണ്ടിനും ഒരേ സ്ഥാനം. നിർത്തുകയും ചെയ്യാൻ നിർത്താതിരിക്കാം. രണ്ടിനും തുല്യ പദവി ജായിസാണ്.
രണ്ടും ഒരേപോലെ, രണ്ടും 50-50 ആണ്. ഇനി സില എന്നുള്ളിടത്ത്, സിൽ എന്നുള്ളിടത്ത് അവിടെ നിർത്താക്കി ചെയ്യാം, പക്ഷേ നിർത്താതിരിക്കലാണ് നല്ലത്. അത് തെറ്റില്ലല്ലോ, അതന്നല്ലേ പറഞ്ഞത്. അതന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിർത്തുകയും ചെയ്യാം, നിർത്താതിരിക്കുകയും ചെയ്യാം, കൂട്ടിച്ചേർത്തതാണ് നല്ലത്. ഇനി ഒരാൾ നിർത്തിയാൽ വെടിവെക്കണ്ട, അതിന് അനുവാദം ഉണ്ട്. എത്ര സില വന്നിട്ടും കാര്യമില്ല, ഒരു നിയമം ഒന്ന് തന്നെ. 2 സ്ഥലത്ത് അടുപ്പിച്ച് വരുന്ന നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നു, വഖഫുൽ മുആനൊക്കെ പറഞ്ഞിരുന്നു. ഈ സില വരുന്നിടത്ത് ഒരാൾ ചേർത്ത് ഓതിയാലും കുഴപ്പമില്ല, നിർത്തി ഓതിയാലും കുഴപ്പമില്ല, നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ അത് തന്നെ നിർത്തിയാൽ എങ്ങനെയാ? സിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സിൽ എന്ന് പറഞ്ഞാൽ ചേർത്ത് ഓതുന്നതിന് പറയും. വസല സിലു സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിർത്തണം. കാരണം നമുക്ക് നിർത്തി പോകാം, ഒരു നിയമം കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാ. നിയമം എന്താ? കാഫിന് കസർ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ നിർത്തുമ്പോ കാഫിന് എന്താവും? സുക്കൂനാവും. എന്തെങ്കിലും നിയമം വരുമോ അവിടെ? കാഫിന് സുക്കൂൻ വന്നു കഴിഞ്ഞാല് വഖഫിന്റെ നിയമം മാത്രമല്ലല്ലോ, അത് അല്ലാതെ വരൂലേ? കാഫിന് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ നിയമമൊന്നുമില്ലേ? കൽക്കല വരത്തില്ലേ? ബിൽ. അവിടെ പിന്നെ വിഷയം എന്ന് പറഞ്ഞാൽ കാഫിന് ഷദ്ദും കൂടെ ഉണ്ട്. അപ്പൊ ഷദ്ദും വേണം, അതിനോട് കൂടി തന്നെ അമർത്തും ചെയ്യണം. അങ്ങനെ ഹക്ക് എന്ത് ഓതരുത്? ഹക്ക് എന്ന് ഓതരുത്, ഹക്ക് എന്ന് പറയരുത്. ഹക്ക് ഷദ്ദും വേണം, അതിനോട് കൂടി തന്നെ കൽക്കലയും വേണം. ബിൽ ഹക്ക്. അവിടെ വത്താരിഖ് എന്ന് പറയുന്നിടത്ത് ഷദ്ദില്ല, നമ്മൾ വെറുതെ കൽക്കല മാത്രം ചെയ്താൽ മതി. ത്വാരിഖ്. ഇവിടെ അങ്ങനെയല്ല, ഹക്ക്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓതി വയ്ക്ക. തുടക്കം മുതൽ നമുക്ക് നിയമം പറയണ്ടേ? എങ്ങനെയാ നിയമം? ഇവിടെ 2 സ്ഥലത്ത് നിയമം പറയാനുണ്ട്. സാക്കിനായ മീമിൻ്റെ നിയമം എങ്ങനെ പറയും? അത് പറഞ്ഞു നമ്മൾ. മീം സാക്കിൻ ഇൽഹാർ ഷഫവിയോ ഇഖ്ഫാ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇഖ്ഫാ ഷഫവിയുടെ എത്ര അക്ഷരങ്ങളാ? അക്ഷരമായ എന്ന് പറഞ്ഞാൽ മതി, അക്ഷരങ്ങളിൽ പെട്ടെന്ന് പറയണ്ട. അക്ഷരമായ ബ വന്നതിനാൽ സാക്കിനായ മീമിനെ മറച്ചു മണിച്ചോദണം. ഹുംബി. ഇനി അടുത്ത ഹക്കിന്റെ അവിടെ എങ്ങനെയാ? അവിടെ സ്ഥലത്തിൽ 2 നിയമമുണ്ട്. ഒന്നെന്താ നിയമം? വഖഫിന്റെ നിയമമുണ്ട്, അതാണ് ആദ്യം പറയേണ്ടത്. കാരണം സുക്കൂൻ വന്നതിന് ശേഷമുള്ള കൽക്കല വരിക. അപ്പൊ അതെങ്ങനെ നിയമം പറയാ? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസറായതിനാൽ സുക്കൂൻ കൊടുത്ത് നിർത്തണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? കൽക്കലയുടെ നിയമം പറയണം. എന്ത്? ഖാഫ് സുക്കൂൻ, കൽക്കല സുക്കൂനിനെ അമർത്തി ഉച്ചരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ആ ആയത്ത് അവിടെ തുടക്കം മുതൽ അവിടെ വരെ നോക്കി വെക്കാം. ഖാഫ് സുക്കൂൻ, കൽക്കല സുക്കൂനിനെ അമർത്തി ഉച്ചരിക്കണം. സിമ്പിളാണ്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അല്ല, ഹഖ് എന്ന് എഴുത്. ഹഖ്, ഹഖ്. ഒന്ന് ശ്രദ്ധിച്ചോളി. ഈ ബിൽ ഹഖിനെ അവിടെ ശ്രദ്ധിക്കുക. പല ആൾക്കാർ ഓതുമ്പോൾ തെറ്റിക്കുന്നുണ്ട്. ബിൽ ഹഖ് എന്നല്ല, ബിൽ ഹഖ്. ഞാൻ പറയുന്നത് കൽക്കല മാത്രമല്ല, അവിടെ ഷദ്ദുള്ളത് കൊണ്ട് നമ്മൾ ഷദ്ദുള്ള അക്ഷരം 2 അക്ഷരങ്ങളുടെ സ്ഥാനത്താന്ന് പറഞ്ഞില്ലേ? അപ്പൊ 2 കാഫ് ഉച്ചരിക്കുന്ന സമയം അവിടെ കൊടുക്കണം. ബിൽ ഹഖ്, അല്ലാതെ ബിൽ ഹഖ് എന്ന് സ്പീഡിലാവരുത്. ഒന്നുകൂടെ. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. മണിക്കുന്നതിൽ പിശി കാണിക്കേണ്ട. നബഅഹും ബി. ഓക്കെ, ഞാൻ പറയുന്ന അതൊന്ന് ഓതി വെക്കോളൂ. നുഷ സാഹിബ് ഒന്ന് ഓതി വെക്കുക. നഹ്നു അവിടെ മണിച്ചോളി. മണിക്കുന്നതിൽ പിശിക്ക് വേണ്ട. ഇല്ല, ശരിയായില്ല. അല്ല, അവിടെ കുറച്ച് ബിൽ ഹഖ്. ഹഖ്. ഓക്കെ, ആ കൽക്കലയുടെ സൗണ്ടും കേൾക്കണം. നബ അല്ല, നബ. ഒന്നുകൂടെ. ബിൽ ഹഖ്. ഓക്കെ, ഇനി നബ ആയില്ലേ? ആദ്യമായിരുന്നു. പിന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നഖുസ്സു
അലൈക്കൽ അയിൻ കറക്റ്റായിട്ടല്ലേ പറയുന്നത്. ഓക്കെ, ഇനി ബാക്കി ഓതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓദിക്കാം. ഇന്നഹും, ഇന്നഹുമിൽ എന്ത് നിയമമുണ്ടോ? ഏതാ? നൂൻ ഷദ് വന്നിരിക്കുന്നു, മണിക്കണം. ഇന്ന ഹും ഫി, ഹും ഫി സാക്കിനായ മീമിന് ശേഷം ഫ വന്നു. ഞാൻ ചോദിക്കുന്ന ആളെ നിയമത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി. ഡോക്ടർ സാഹിബേ, അവിടെ എന്താ നിയമം? ഹും ഫി സാക്കിനായ മീമിന് ശേഷം ഫ. മാഷാ അല്ലാഹ്, ഇൽഹാർ ഷഫവി. സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാക്കിനായ മീമ് കണ്ടോ, ഇത്രയും നോക്കുക. ബാ മീം അല്ലാത്ത അക്ഷരമാണോ? ഇൽഹാർ ഷഫവിയാണ്. ബാ മീം ഒഴിവാക്കിയിട്ടുള്ള ഏത് അക്ഷരമാണെങ്കിലും. ഇവിടെ ഫ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ അക്ഷരങ്ങളിൽ 2 അക്ഷരങ്ങൾ ഡേഞ്ചറാണ്. ഏതൊക്കെയാ? കാണാൻ വളരെ നിസ്സാരക്കാരനാണ്, പക്ഷെ ഡേഞ്ചറാണ്. ഏതാ? ഫായും വാവും നമ്മൾ പറഞ്ഞിരുന്നു. ഇത് എന്താ വിഷയം വരുന്നത് എവിടെയാ? ഇന്ന ഹും ഫി എന്ന് പറയുമ്പം ആ മീം എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് ഉച്ചരിക്കണം, ചുണ്ടടയ്ക്കണം. ചില ആൾക്കാർ എങ്ങനെ ഓതുക? ഇന്ന ഹും ഫി, അത് ആ മീമിനെ പൂർണ്ണമായിട്ട് അടയ്ക്കാതെ എന്ത് ചെയ്യും? ഫായിലേക്ക് കിടക്കും. അവിടെ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടൊക്കെയാണ് സാക്കിനായ മീമിന് ശേഷം ഫായും വാവും വരുന്നിടത്ത്. അലൈഹിം വല, അവിടെയും ഫാത്തിഹയിൽ വരെയുണ്ട് അലൈഹിം വലദ്ദാലീൻ. ഓക്കെ, ചുണ്ടടയ്ക്കുക. അലൈ, ആ മീമിൻ്റെ ഉച്ചാരണം പൂർത്തിയാക്കുക. ഇഷ്ടംപോലെ ആൾക്കാർ പറയത്തില്ല അലൈഹിം വലദ്ദാലീൻ, പലരും പറയില്ല. എവിടെ 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 നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? ഹും ഫി ഇവിടെയാണ് ഉള്ളത്. ഇത് കഴിഞ്ഞു, ഇതൊക്കെ എന്നോ കഴിഞ്ഞു. ഹും ഫി. ഓക്കെ, നമ്മൾ മീമ് വെളിവാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യരുത്? ഇത്രയേ ഉള്ളൂ, ഹും എന്നേ ഉള്ളൂ. അതായത് ഹും ഇങ്ങനെ ആക്കണ്ട, സിമ്പിളായിട്ട്. അത് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഭാഗത്ത് എടുത്താൽ മതി. അലൈഹിം വ എന്നാണ്, അലൈഹിം വ. പല ആൾക്കാരും എങ്ങനെ അവിടെ ഓതുക? അലൈഹിം വ എന്ന് ഓതും. അപ്പം ചുണ്ടടയാത്തോടത്തോളം മീമ് പൂർണ്ണമായിട്ടില്ല. അതാ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്യണം? സാക്കിനായ മീമിനെ മണിക്കാതെ വ്യക്തമാക്കിയിട്ടാണ് ഓതേണ്ടത്. നിയമം പറയാം. മീം സാക്കിൻ ഇൽഹാർ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ 26 അക്ഷരങ്ങളിൽപ്പെട്ട ഫ വന്നതിനാൽ സാക്കിനായ മീമിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഹും, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് 2 എണ്ണമാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകും. പിന്നെ ഇനി അടുത്തത് ഫിത്യത്തുൻ അ. ഫിത്യത്തുൻ അ. ഈ ഫിത്യത്തുൻ എന്നുള്ള വാക്കിൻ്റെ അവസാനത്ത് വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ഹായോ? ത. എന്ത് തായ? അതിന് പ്രത്യേക പേരുണ്ടല്ലോ, ഹാത്ത. ഹാത്ത അല്ലെങ്കിൽ താ മർബൂത്ത. അറബി പറയുകയാണെങ്കിൽ താ മർബൂത്ത. അപ്പോൾ 2 താ ഉണ്ട്. അപ്പം മറ്റേ തായിന് എന്താ പറയുക? താ മഫ്തൂഹ എന്ന് പറയും. ഇനി പരസ്യം പറയണ്ടോ? സാദാ തായില്ലേ, നമ്മൾ ബായിൻ്റെ രൂപത്തിൽ എഴുതിയിട്ട് നമ്മൾ കുത്തിയിടുന്നത്, അത് സാദാ തായാണ്. അത് അറബി പറയുമ്പോൾ എന്ത് പറയും? താ മഫ്തൂഹ എന്ന് പറയുന്നത്. മഫ്തൂഹ എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ടത്. അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല, തുറന്നിരിക്കുകയാണ്. മറ്റേ തായിന് എന്താ പറയുക? മർബൂത്ത എന്ന് പറയും. അതായത് റബത്ത് ചെയ്ത് കെട്ടിവെച്ചത്, അതായത് തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഹാ പോലെ എഴുതിയിട്ട് പിന്നെ കുത്തിടുന്നതല്ലേ. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? മലയാളികളായതുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് പറയാം? ഒന്നിന് ഹാത്ത എന്ന് പറയാം, മറ്റേതിന് സാദാത്ത എന്ന് പറയാം. അപ്പോൾ സൗദാത്താണ്, കെട്ടിവെച്ച് വാക്കർത്താണ്. ഓക്കെ, റബത്ത് ചെയ്യാന്ന് പറയത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയ ആ ഹാത്തായിന് എന്ത് ഹർക്കത്താ വന്നിരിക്കുന്നത്? തൻവീൻ. ഏത് തൻവീനാ? ഇരട്ട കസറല്ലേ? ഇരട്ട ലമ്മ്. അപ്പോൾ തൻവീന് നിയമം എന്തായാലും അവിടെ വരും അല്ലേ? അപ്പം നിയമം ഏതാണെന്ന് മനസ്സിലാക്കാൻ തൊട്ടടുത്ത വാക്ക് വായിച്ചു നോക്കുക. ഹംസയാണ്. തൻവീന് ശേഷം ഹംസ വന്നാൽ ഏതാ നിയമം? സാക്കിനായ നൂന് തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ. ഇൽഹാർ ഷഫവിയില്ലേ? ഇൽഹാർ. എത്ര അക്ഷരങ്ങളാണ് ഇൽഹാർ എന്നുള്ളത്? 6 അക്ഷരങ്ങൾ. ആ 6 അക്ഷരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. എന്താ? തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന, ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. ഇൽഹാർ വന്നാൽ എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ആ 6 അക്ഷരങ്ങൾ ഒന്ന് ക്ലിയറായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരൊന്ന് കൈ നോക്കി. ഇനി നമുക്ക് സമ്മാനം കൂടെ, മുട്ടായി കൊണ്ട് വെക്കണം ഇവിടെ. കൃത്യമായിട്ട് പറയുന്ന ആൾക്കാർക്ക് മുട്ടായി. നിങ്ങളൊന്ന് പറഞ്ഞു, ഉഷാ സാഹിബിനെ പറയും ഫസ്റ്റ്.
ഖ. ഇതേ ഓർഡർ തന്നെ പഠിക്കണം. ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഓക്കെ, എന്ത് ഈ ഓർഡർ തന്നെ പഠിക്കാൻ പറഞ്ഞത് കാരണം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റെപ്പായിട്ടാണ്. ഹംസ ഹ തൊണ്ടയുടെ താഴെ അറ്റം, ഐൻ ഹ തൊണ്ടയുടെ മദ്യം, ഗൈൻ ഹ തൊണ്ടയുടെ മേലെ അറ്റം. അപ്പോൾ ആ ഓർഡർ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ തൻവീന് ശേഷം ഹംസ വന്നതുകൊണ്ട് ഇൽഹാറിൻ്റെ നിയമമാണ് ഉള്ളത്, മണിക്കാതെ വ്യക്തമാക്കണം. എങ്ങനെ? തുൻ ആ. എങ്ങനെ? തുൻ ആ. നമുക്ക് നിയമം പറയാം. താ തൻവീൻ ഇൽഹാർ ഷഫവി ഇൽഹാർ. താ തൻവീൻ ഇൽഹാർ. സാക്കിനായ തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഹംസ വന്നതിനാൽ സാക്കിനായ നൂനാണോ? തൻവീനിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. തുൻ ആ. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് തെറ്റി പറയും. അപ്പം നിങ്ങൾ തിരുത്തിയാൽ മതി. അല്ല, ഞാൻ തെറ്റിച്ചാലും പറയാമല്ലോ, എനിക്ക് ഞങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ഇനി മനസ്സിലാകുന്നുണ്ടല്ലേ? ഇത് കള്ളച്ചിരി മുഖത്തുണ്ടെങ്കിൽ മനപ്പുറം മനസ്സിലാക്കാം. ഇനി തുൻ ആ. ആ എന്ന് പറയുമ്പോൾ നമ്മൾ ഹംസയെ നീട്ടിയിട്ടല്ലേ പറയുന്നത്. എന്തുകൊണ്ട്? ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്. ഏത് ഹുറൂഫുൽ മദ്ദാണത്? ഫത്തഹിൻ. വെറും അലിഫ് എന്ന് പറയല്ലേ, ഫത്തഹിന് ശേഷം എന്ന അലിഫുണ്ട്. അതെന്ത് ചെയ്യണം? ഒരു അലിഫിൻ്റെ അളവ് നീട്ടി ഉച്ചരിക്കണം. എങ്ങനെ? ആ. ഇനി ആ മനു. അവിടെ വേറെ എന്തെങ്കിലും നിയമമുണ്ടോ? ആ മനു. വാബിന് ശേഷം ലമ്മ വന്നിട്ടുണ്ട് അല്ലേ? ലമ്മിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? സുക്കൂനുള്ള വാവ് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ എന്ത് ചെയ്യണം? ഒരു അലിഫിൻ്റെ അളവാണ് നീട്ടേണ്ടത്. എങ്ങനെ നിയമം പറയാ? നൂൻ ഹർഫ് മദ്, ലമ്മിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നിരിക്കുന്നു, ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. മാഷാ അല്ലാ. നിയമം പറയുന്നതിൽ ഒരാൾ മാഷാ അല്ലാ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാ നിയമം പറയണ്ടല്ലോ. തൊട്ട് കാണിക്കണോ? മാഷാ അല്ലാ. എല്ലാവരും അങ്ങനെ ആവണമെന്നുള്ള നമ്മള്. ഓക്കെ, ഇനി ബിറബ്ബിഹിം. ബിറബ്ബിഹിം എന്നുള്ള വാക്കിൽ ഏതാ നിയമം ഉള്ളത്? റായിന് നിയമമാണ് ആദ്യം ഉള്ളത്, വിട്ടുപോകാൻ സാധ്യതയുള്ളത്. റായ് സിമ്പിൾ നിയമമാണ്. എന്ത്? റായിന് ഫതഹ് വന്നതിനാൽ റായിനെ കനപ്പിക്കണം. ബേസിക് നിയമമാണ്. ബിറബ്ബിഹിം. ഓക്കെ, അത് ചുമയാണ്, തുമ്മലല്ലല്ലോ. ഇനി ബിറബ്ബിഹിം എന്ന് പറയുമ്പം സാക്കിനായ മീം വന്നിട്ടുണ്ട് അല്ലേ? അതിനുശേഷം അക്ഷരം വന്നിരിക്കുന്നത് വാവ്. വാ അല്ല, വാവ്. അക്ഷരത്തിൻ്റെ പേര് വാവ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡേഞ്ചർ അക്ഷരമാണ്. സാക്കിനായ മീം ശേഷം വാവ് വരുമ്പോൾ നിയമം എന്താ? ഇൽഹാർ ഷഫവി. ഓക്കെ, ഇനി സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ വരുന്ന നിയമം ആർക്കും വിട്ടുപോകരുത്. വളരെ സിമ്പിളാണ്, നമ്മൾ പല പ്രാവശ്യം പറയുന്ന കാര്യമാണ്. ഓക്കെ, സാക്കിനായ മീമിന് ശേഷം വാവ് വരുമ്പോൾ ഇൽഹാർ ഷഫവിയാണ്. എന്താ ചെയ്യേണ്ടത്? മണിക്കാതെ വ്യക്തമാക്കണം. നിയമം എങ്ങനെ പറയാ? മീം സാക്കിൻ ഇൽഹാർ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ 26 അക്ഷരങ്ങളിൽപ്പെട്ട വാവ് വന്നതിനാൽ സാക്കിനായ മീമിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു നോക്കിയേ, ഹിം വാവാണ്. ഹിം അല്ല, ഇപ്പോഴും ഹിം വാ എന്നാ പറയുന്നത്. നോക്കി ഇങ്ങോട്ട് നോക്കി. ഹിം വാവ് പറയുമ്പോൾ ചുണ്ടുവട്ടത്തിൻ്റെ ആവണ്ടേ? ഹിം വാ ആണ്. ഹിം വാ. ഹിംബ അല്ല, ഹിം എന്നല്ല, ഹിം. ഹിം വാ. കറക്റ്റ്. ഹിം വാ. എന്താ ഉദാഹരണം? ഹിമാലയ. ഹിം വാ. ഓക്കെ, ഇനി അടുത്തത് വസിദ്നാഹും. വസിദ്നാഹും എന്നുള്ളടത്ത് ഏത് നിയമമാണ് ഉള്ളത്? മാഷാ അല്ലാ. കൽക്കൽ വിട്ടുപോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? വസീദ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ദാലിന് സുക്കൂൻ ഉണ്ട് അല്ലേ? ദാൽ സുക്കൂൻ, കൽക്കല സുക്കൂനിനെ അമർത്തി ഉച്ചരിക്കണം. കുത്തുബ് ജദ്ദിൽപ്പെട്ട അക്ഷരങ്ങളാണ്. 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അത് നീട്ടണം. ആദ്യം നമുക്ക് ഇത് തീർക്കാം. ആദ്യത്തെ നിയമം തീർക്കാം. അപ്പം എന്ത് ചെയ്യണം? എങ്ങനെ ഓതേണ്ടത്? വസീദ് 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 എന്നാണ്. ഓക്കെ, ഇനി അടുത്ത നിയമം ഏതാ? നൂനിന് നീട്ടാൻ ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട് അല്ലേ? ഫതഹിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്. ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. എങ്ങനെ? സിദ്ന സിദ്ന.
ഓക്കെ, അടുത്തത് ഹും ഹു. ഹും ഹു എന്ന് പറയുമ്പോൾ സാക്കിനായ മീമിന് ശേഷം ഹാ വന്നിട്ടുണ്ട്. ഏതാ നിയമം? ഇൽഹാർ ഷഫവി അല്ലേ? സാക്കിനായ മീമിന് ശേഷം ബാ മീം അല്ലാത്ത അക്ഷരം വന്നതിനാൽ ഇൽഹാറാണ്. എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. നിയമം പറയുന്നത് എങ്ങനെ? മീം സാക്കിൻ ഇൽഹാർ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ 26 അക്ഷരങ്ങളിൽപ്പെട്ട ഹാ വന്നതിനാൽ സാക്കിനായ മീമിനെ മറച്ചു മണിച്ച് ഓതണം. മറച്ചു മണിക്കണ്ടേ? മണിക്കാതെ വ്യക്തമാക്കിയിട്ട് ഓതണം. ഹും ഹു. ആ ഹും ഹു. ഓക്കെ, നമുക്ക് എത്താം. ഹുദൻ എന്നുള്ളിടത്ത് നോക്കിയേ, ദാലിന് ഇരട്ട ഫത്തഹ വന്നിട്ടുള്ളത്. നമ്മൾ മുമ്പൊരു കാര്യം പറഞ്ഞിരുന്നു, ഇരട്ട ഫത്തഹ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു സാധനം എക്സ്ട്രാ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഏതാ? അലിഫ്. പക്ഷെ ആ അലിഫ് തന്നെയാണ് ഇവിടെ ഏത് രൂപത്തിൽ വന്നിരിക്കുന്നത്? യാഇന്റെ രൂപത്തിൽ. എഴുത്തിന്റെ നിയമമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വന്നതാണ്, തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഇവിടെ ഇരട്ട ഫത്തഹ ഉള്ളത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇരട്ട ഫത്തഹ ആയതുകൊണ്ട് തന്നെ ഒരു അലിഫിന്റെ അളവ് നീട്ടി നിർത്തണം. അപ്പോൾ ഹുദൻ എന്നിടത്ത് എങ്ങനെ നിർത്തണം? ഹുദ. ഏതിന്റെ? എഴുത്തിന്റെ നിയമം. എഴുത്തോട്ട് ബന്ധപ്പെട്ട നിയമമാണത്. ഓക്കെ, നീട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഖിറാത്തിലല്ല, സബ് ഖിറാത്തിലുണ്ടാവും. നമുക്ക് ഹുദാന്ന് തന്നെ നിർത്താം, വളരെ സിമ്പിളായിട്ട്, ആർക്കും ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ നിയമം എങ്ങനെ പറയാം? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരമായ ദാലിന് ഇരട്ട ഫത്തഹ ആയതിനാൽ ഒരു അലിഫിന്റെ അളവ് നീട്ടി നിർത്തണം. ഹുദ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഓതിയതാണ്. ഇനി ബാക്കി ഇന്നഹും ഫിത്യതുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ. ഒന്നും കൂടെ. ഇന്നഹും ഫിത്യതുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ. നേരത്തെ നമ്മൾ ഓതാത്ത ആൾക്കാർ ആരൊക്കെയായിരുന്നു? സാജി സാഹിബ് ഓതിക്കോളി ഇത്. ഇന്നഹും ഫിത്യതുൻ. ഒന്നും കൂടെ. ഓ, തായിന് സുഖം കളിയില്ല. ഫിത്തിയത്തുൻ എന്നില്ല, ഫിത്യത്തുനാണ്. നിങ്ങൾ ആ ഫിത്യത്തിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് വരട്ടോടി എന്ന് പറയാം. നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഖുർആനാണോ? ഫിത്യത്തിന്റെ അവിടെ കൽക്കല. ആ ഫിത്തിയത്തുൻ എന്നല്ല എന്നാ പറയുന്നത്, ഫിത്യത്തുൻ ആണ്. തായിന് സുക്കും കൽക്കലയില്ലല്ലോ. എവിടെ വാക്ക് എവിടെ? ആ ഫിത്യത്തുനാണ് കേട്ടോ. നിങ്ങൾ നോക്കി നോക്കിയേ. ആ ഫിത്തിയത്തുൻ എന്നല്ല, ഫിത്യത്തുൻ. ഒന്നുകൂടെ, ഫിത്യത്തുൻ മുതൽ ഫിത്യത്തുൻ. ആ ഇവിടെ ഇൽഹാറാണ്. തും അല്ല, തും എന്നല്ല, തും എന്നല്ല, തുൻ ആ, തുൻ ആ. ആ നമ്മൾ ഇതില്ലെങ്കിൽ എങ്ങനെ വായിക്കുക? തുൻ എന്നല്ല വായിക്കുക, തും എന്നല്ലല്ലോ, തുൻ. ഇപ്പൊ തുൻ ആ. ഓക്കെ, മറ്റേ ഷബീർ സാഹിബ് ഒന്ന് നോക്കി. അവിടെ തായിന് സുഖം കൽക്ക, ഫിത്തിയത്തുൻ എന്നല്ല, തായിന് സുഖം കൽക്കലയില്ല. എപ്പോൾ എങ്ങനെ ഓതേണ്ടത്? ആ തുൻ. ഈ ഇവിടെ എന്താ നിയമം വരിക? തൻവീന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വ്യക്തമാക്കി പോകണ്ടേ? അപ്പം എങ്ങനെ വ്യക്തമാക്കുക? ആ ഫിത്യത്തുൻ ആ. അവിടെ ഫിത്യത്തുൻ ആന്ന് മണിക്കരുത്. ഫിത്യത്തുൻ ആമനു. ഫിത്തിയത്തുൻ എന്നല്ല, രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് തായിന് സുഖം കൽക്കലയില്ല, ഫിത്തിയത്തുൻ വന്ന് കൽക്കലയായിപ്പോയി. ഫിത്യത്തുൻ ആണ്, ഫിത്യത്തുൻ. തൂ ആമല്ല, അവിടെ ഇൽഹാറല്ലേ. അപ്പം എങ്ങനെ ചെയ്യേണ്ടത്? ആ അവിടെ എന്താ നിയമം വരിക? ബിറബ്ബിഹി. അവിടെ എന്താ നിയമം? മീമിന്റെ എന്താ നിയമം വരിക? അപ്പൊ എങ്ങനെ ഓതുക?
بربهم وزد അവിടെ മീമ് പൂർത്തിയാക്കണം കേട്ടോ. ബിറബ്ബിഹിം വ بربهم പറഞ്ഞു കുഴപ്പമില്ല. بربهم لا بربهم وزدناهم هدى. ഓക്കെ, മണിക്കേണ്ട സ്ഥലങ്ങൾ മണിക്കരുത്. ഓക്കെ, നിങ്ങളൊന്ന് നോക്കി. إنهم فتية آمنوا بربهم وزدناهم هدى. ഇത് നമ്മൾ പറയുന്നത് പോലെ ആയി, ഓതുന്നത് പോലെ ആയില്ല. ക്ലിയർ, നിയമം കറക്റ്റാണ്. നേരത്തെ നിങ്ങൾ ഓതിയപ്പോൾ നിങ്ങൾ ഖുർആൻ ഓതുന്ന പോലെ ഓതിയില്ലേ, ഇപ്പം ഖുർആൻ പറയുന്ന പോലെ പറഞ്ഞു. 10 മിനിറ്റ് നിങ്ങളൊന്ന് ഓതി നോക്കി. إنهم فتية آمنوا بربهم وزدناهم هدى. മാഷാ അല്ലാഹ്, നിങ്ങളൊന്ന് ഓതിക്കേ. إنهم فتية آمنوا بربهم وزدناهم هدى. മാഷാ അല്ലാഹ്. ഇല്ല, ഫിത്തിയത്തുൻ അല്ല, ഫിത്തിയത്തുൻ ആണ്. മാഷാ അല്ലാഹ്, നല്ല ഓത്ത് ശൈലിയുണ്ട്. അത് ക്ലിയർ കുട്ടിക്കും ശരിയാകാം ഇൻഷാ അല്ലാഹ്. നിങ്ങളൊന്ന് നോക്കി. إنهم فتية آمنوا بربهم وزدناهم هدى. ഒറ്റ വാക്ക് ശ്രദ്ധിക്കുക. ഈ ഫിത്തിയത്തുൻ എന്നുള്ള വാക്കില്ലേ, അവിടെ എന്തായാലും നമ്മൾ പ്രശ്നം പറഞ്ഞിരുന്നത് കലക്കല വരാൻ പാടില്ല. ഒന്ന് പറഞ്ഞു നോക്കി. അങ്ങനെ ഫിത്തിയത്തുൻ. ഓക്കെ, അങ്ങനെ നോക്കി. ഇവിടെ മതിയാൽ മതി. ആ, അവിടെയാണ് എല്ലാവർക്കും വിഷയം വരുന്നത്. ഫിത്ത് എന്നായി പോരുത്. ഫിത്തിയത്തുൻ അവിടെ ഇപ്പോഴും അങ്ങനെ തന്നെ വരുന്നത്. ഫിത്തിയത്തുൻ, ഫിത്യ എന്ന് പറഞ്ഞ, ഫിത്യ എന്ന് പറഞ്ഞ കറക്റ്റ്. ഫിത്യ, ആ ചേർത്തത് മാത്രം തന്നെ വരണം. ഫിത്തിയത്തു അല്ല, ഫിത്തിയത്തുൻ. ആ തുൻ ആമനു ഒരു ലിഖിന് കിട്ടണം. ആദ്യം ഇവിടെ മുതൽ ഇവിടം വരെ ക്ലിയർ ആക്കി. അല്ല, ഫിത്തിയത്തു അല്ല, ഫിത്തിയത്തുൻ. രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് ഇവിടെ ഫിത്തിയത്തു ആ എന്നല്ല, ഫിത്തിയത്തുൻ. ഇത് ഇങ്ങനെ വായിച്ചു നോക്കി, ഈ വാക്ക് മാത്രം തു ആണോ, തുന്നല്ലേ? ആ, അതങ്ങനെ തന്നെ വരണം. ഫിത്തിയത്തുൻ ആ. ഹാമനു അല്ല, ആമനു. ആമനു ബിറബ്ബി അല്ല. ഇവിടെ എന്താ പ്രശ്നം? ആമനു ഒരു ലിപി നീട്ടാനുണ്ട്. നിങ്ങൾ ഓതുന്നത് എങ്ങനെയാ? ആമനു ബിറബ്ബി എന്ന് ഓതുന്നത്. ആമനു ബിറബ്ബിയാണ്. ഇവിടെ കൽക്കലുണ്ട്. സിദ്നാഹു അല്ല, സിദ്നാഹു. ഇവിടെ ചെയ്ത പണി ഇവിടെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ടൈം എത്രയായി? 7 മണിയായില്ലേ? ഓക്കെ, സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. പിന്നെ നമ്മൾ